ഹലോ, എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അപ്പം നമുക്കിന്ന് മുരിങ്ങക്ക കൊണ്ട് നല്ലൊരു മെഴുക്കുവരട്ടി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ? അപ്പോൾ ചോറിനൊപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു മുരിങ്ങക്ക മെഴുക്കുവരട്ടിയുടെ റെസിപ്പി കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാവേ. അതിനായിട്ട് ആദ്യം തന്നെ ഞാനിതുപോലെ മുരിങ്ങക്ക കഴുകി മുറിച്ച് ഇതുപോലെ രണ്ടായിട്ടൊന്ന് കീറി വെച്ചിട്ടുണ്ട്. ഇത് ഇങ്ങനെ കീറി വെക്കുമ്പോൾ നമ്മൾ മസാല എല്ലാം അതിൽ പിടിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഈ ഒരു രീതിയിൽ വെക്കുന്നത്. അപ്പോൾ ഇനി ഞാനൊരു ചീനിച്ചട്ടി ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായി വരട്ടെ. നന്നായി ചൂടായി കഴിയുമ്പോൾ നമ്മളിതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുകെല്ലാം നന്നായി പൊട്ടിക്കഴിയുമ്പോൾ 2 വറ്റൽമുളക് മുറിച്ചതും 1 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള കൂടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള 2 സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വലുതാണെങ്കിൽ ഒരെണ്ണം ചേർത്ത് കൊടുത്താൽ മതിയേ. ഇനി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പം മെഴുക്കുവരട്ടി ഉണ്ടാക്കുമ്പോൾ എല്ലാവരും കടുക് പൊട്ടിക്കണമെന്നില്ല കേട്ടോ. ചിലർ കടുക് പൊട്ടിക്കും, ചിലർ കടുക് പൊട്ടിക്കത്തില്ല. അപ്പം ഞാൻ കടുക് പൊട്ടിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്കിത് വേണ്ട, കടുക് പൊട്ടിക്കണ്ടെന്നുണ്ടെങ്കിൽ ആദ്യമേ തന്നെ എണ്ണ ചൂടാക്കി അതിലേക്ക് സവാള അരിഞ്ഞതും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. അത് അവരവരെ എന്താ പറയുക, രുചിക്കനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കിനി ഈ സമയത്ത് നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കേട്ടോ. പിന്നെ നമുക്ക് എരിവിന് ആവശ്യത്തിന് മുളക് പൊടിയാണ്. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ കാശ്മീരി മുളക് പൊടി ഇല്ല, എരിവുള്ള മുളക് പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ 1/2 ടീസ്പൂണോ 3/4 ടീസ്പൂണോ ഒക്കെ ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പം നമ്മൾ എത്രത്തോളമാണ് മുരിങ്ങക്ക എടുക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഇല്ല പച്ചമുളക് ഇഷ്ടമാണ്, അതിൻ്റെ രുചിയാണ് കൂടുതൽ ഇഷ്ടമായിട്ട് വരുന്നതെങ്കിൽ നമ്മൾ ഈ സവാള വഴറ്റുന്ന സമയത്ത് 2 പച്ചമുളകും കൂടെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മളെ പൊടികളെ പച്ചമുളകെല്ലാം ഒന്ന് മാറി വന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന മുരിങ്ങക്കായും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ എന്താ പറയുക, പൊടികളും ഇതിൻ്റെ മസാല എല്ലാം നമ്മൾ മുരിങ്ങക്കായിൽ നന്നായിട്ടൊന്ന് പിടിക്കത്തക്കവണ്ണം നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു സമയത്താണ് നമ്മളിതിലേക്കുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലേ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടെങ്കിൽ അത് കമൻറ്റായിട്ട് രേഖപ്പെടുത്താനൊന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ മുരിങ്ങക്ക ഒന്ന് നന്നായിട്ട് വെന്ത് കിട്ടണം. അതിനായിട്ട് ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ അത് ഞാൻ അതിനൊരു അളവ് പറയുന്നില്ല. നമുക്ക് എത്രത്തോളമാണ് നമ്മൾ എടുക്കുന്നത്, അതായത് മുരിങ്ങക്കായൊക്കെ എടുക്കുന്നത്, അത് വെന്ത് കിട്ടാൻ എത്രത്തോളം വെള്ളം വേണമെന്നുള്ളത് നമുക്ക് എടുക്കുന്നതനുസരിച്ചിരിക്കും. അപ്പോൾ ഞാനിതിലിതാ ഈ ഒരു രീതിയിൽ വെള്ളം ഒഴിക്കുന്നുണ്ട്. അതായത് ഒരുപാടങ്ങ് മുങ്ങി നിൽക്കുന്നുമില്ല, എന്നാൽ ഒട്ടും കുറഞ്ഞു പോയിട്ടുമില്ല. ആ ഒരു രീതിക്ക് ഇതുപോലെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇത് നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ട് ആദ്യം ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം. എന്നിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിക്കാം കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊന്ന് നമ്മളിതുപോലെ ഒന്ന് തുറന്ന് നോക്കണം. തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്കിത് മീഡിയം ഫ്ലെയിമിലാക്കി വെക്കാൻ മറന്നു പോകരുതേ. ഇടയ്ക്കൊന്ന് ഇളക്കി നോക്കുമ്പോൾ ഇതുപോലെ വെള്ളമൊക്കെ വറ്റിയിട്ട് മുരിങ്ങക്കായൊക്കെ ഒരുവിധം വെന്ത് വരുന്ന ആ ഒരു രീതിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടായിട്ടില്ല. അപ്പോൾ ഒന്നും കൂടി ഒന്ന് ഈ വെള്ളം എല്ലാം ഒന്ന് വറ്റി വരണം. അപ്പോൾ അതിനായിട്ട് വീണ്ടും നമുക്ക് അടച്ച് വെച്ചിട്ട് തന്നെ മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം വെള്ളം എല്ലാം വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അല്ലെങ്കിൽ ഇനി അടി പിടിച്ചു കൊണ്ട നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് തുറന്ന് വെച്ച് തന്നെ നമുക്കിത് ഇളക്കി വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും. മുരിങ്ങക്കായല്ലേ, പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളൂ കേട്ടോ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ചോറിനൊപ്പം കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ മുരിങ്ങക്ക വാങ്ങുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം. എന്തായാലും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ മുരിങ്ങക്കായൊക്കെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഈ മസാല എല്ലാം ഇതിൻ്റെ അകത്ത് ഇങ്ങനെ പിടിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഉണ്ടാക്കാൻ മറന്നു പോകരുത്. അപ്പോൾ ഓക്കേ.